വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫുഡ് മെമ്മറി ചാലഞ്ച്. അതെ ഗയ്സ്, ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന ഫുഡുകളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക്. ഞങ്ങൾക്ക് എന്ന് പറയുന്നത് ഓർമ്മക്കുറവ് വളരെ കൂടുതലുള്ള 3 ആൾക്കാരാണ്. കൂട്ടത്തിൽ എനിക്ക് ഗയ്സ് എല്ലാവർക്കും കുറവാണ്. ചാലഞ്ചിന് തോൽക്കുന്നത് വെച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൂടുതൽ ഓർമ്മക്കുറവ് എനിക്കാ. ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് എല്ലാവരും അഭിപ്രായത്തിൽ നല്ല ഓർമ്മക്കുറവുള്ള ആൾക്കാരാണ്. ഞാനിപ്പോ ഇന്ന് തന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി അങ്ങോട്ട് പോയി, ആ വഴിക്ക് മറന്നുപോയി. അത്രയ്ക്ക് പെട്ടെന്ന് ഞാൻ മറന്നു പോകുന്നത്. അതെ, ഇപ്പൊ നമ്മള് പറയാൻ വന്നിരുന്നു നമ്മുടെ ആ ഒരു വീക്ക്നെസ് മുതലെടുത്തിട്ടുള്ള ഒരു ചാലഞ്ച് ആണ് തന്നിട്ടുള്ളത്. ഇന്ന് ആർക്കാണോ ഏറ്റവും കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ വരുന്ന ഫുഡുകൾ കൃത്യം ഓർഡറില് ഓർത്തെടുത്ത് കഴിക്കാൻ പറ്റുന്നത് ആ ആള് മാത്രമാണ് ഇന്നത്തെ വിന്നറാകാൻ വേണ്ടി പോകുന്നത്. ആ വിന്നറിനെ ഞങ്ങൾ തന്നെ അനുമോദിക്കും. കാര്യം അതൊരു അടിപൊളി ഒരു കഴിവാണ്. പക്ഷെ ആ വിന്നർക്ക് എന്ത് ക്യാഷ് പ്രൈസ് ഉണ്ട് ഗയ്സ്. അതാണ് ഇതിലെ ഹൈലൈറ്റ്സ്. എത്രയാണ് ക്യാഷ് പ്രൈസ് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? ക്യാഷ് പ്രൈസ് പറയുന്നതിന് മുന്നേ ഈ ചാലഞ്ച് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് പ്ലേറ്റ്സ് കാണുന്നില്ല. ഈ സൈഡിൽ നിന്നാണ് ഓർഡർ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ 1 2 3 അങ്ങനെ എനിക്ക് ഓർഡർ ഉണ്ടാവും. ഓരോ പ്ലേറ്റിലും ഓരോ ഫുഡ് ഉണ്ടാവും. ആ ഫുഡ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ഇപ്പൊ ഫസ്റ്റ് പ്ലേറ്റിൽ ബർഗർ ഉണ്ടാവും, സെക്കൻഡ് പ്ലേറ്റിൽ ചിലപ്പോൾ മന്തി ഉണ്ടാവും, തേർഡ് പ്ലേറ്റിൽ ചിലപ്പോൾ അൽഫാം ഉണ്ടാവും. അങ്ങനത്തെ ഓർഡറിലായിരിക്കും പോവുക. നിങ്ങള് കണ്ണടയ്ക്കുന്ന സമയത്ത് ഞാൻ ഇത് കറക്റ്റ് ഓർഡർ ആക്കി വെക്കും. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 10 സെക്കൻഡ് ആണ് ഫസ്റ്റ് റൗണ്ടിൽ ഉണ്ടാവുക. ആ 10 സെക്കൻഡിനുള്ളിൽ ഈ പ്ലേറ്റ്സിലുള്ള ഫുഡിന്റെ ഓർഡർ നിങ്ങൾ മനഃപ്പാടമാക്കണം. മെമ്മറി എടുക്കണം. വെറും 10 സെക്കൻഡ് മാത്രമേ ഉണ്ടാവുക. ഇതിപ്പോ ബർഗർ വെച്ച് ബിരിയാണി വെച്ച് അൽഫാം വെച്ച് ഇത് ബർഗർ ബിരിയാണി അൽഫാം ആലോചിച്ചെടുക്കുമ്പോ 10 സെക്കൻഡ് അതിനുള്ള പണിഷ്മെന്റ് അവിടെ ഉണ്ട്. ഇത് നിങ്ങൾ മെമ്മറി ടെസ്റ്റ് ചെയ്യുന്ന ചാലഞ്ച് ആണ്. നിങ്ങൾ എത്രത്തോളം എഫിഷ്യന്റ് ആണെന്നുള്ളത് ഇതിൽ തെളിയിക്കണം. അല്ല, ഇത് അഥവാ ഞാൻ ഇതില് ജയിച്ചു കഴിഞ്ഞാല് ഒരു ബുദ്ധിമാന്മാരുന്ന ബുദ്ധിമാനെ പറ്റി 2 വാക്ക് പൊക്കി പറയട്ടെ. ആരാണ് ജയിച്ചെന്നുണ്ടെങ്കിൽ അവര് ഞങ്ങളും കൂടെ അക്സെപ്റ്റ് ചെയ്ത് തരും. അത് ആരാണെങ്കിലും അപ്പൊ എല്ലാവരും ഇരുന്ന് പുകഴ്ത്തുക. പ്രത്യേകിച്ച് ചല്ലിങ്ങനെ പറയണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഓർമ്മശക്തി ഭയങ്കര അടിപൊളിയാണ്, അങ്ങനെ നമ്മളിത് ചെയ്യും. ഓക്കെ, അതൊക്കെ റെഡി. അങ്ങനെ 10 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾ കണ്ണടയ്ക്കും. കണ്ണടച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് മൊത്തം റീഅറേഞ്ച് ചെയ്യും. അത് ഈ ഓർഡർ മുഴുവൻ തെറ്റിക്കും. പിന്നെ നിങ്ങളുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വെച്ച കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ അത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യം ബർഗർ ആയിരുന്നു വെച്ചെങ്കിൽ നിങ്ങൾ ഓർത്തെടുത്ത് ബർഗർ കഴിക്കണം. അഞ്ചാമത് ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ ലോലിപോപ്പ് ആയിരിക്കും വെച്ചത്. അപ്പൊ നിങ്ങൾ ലോലിപോപ്പ് 5ാമതാണെന്നുള്ളത് മനസ്സിലാക്കി കഴിക്കണം. അതങ്ങനെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ തെറ്റിനും ഈ ചെറുനാരങ്ങ ഓരോ ചെറുനാരങ്ങ പണിഷ്മെന്റ് എടുക്കണം. ഓരോ തെറ്റെന്ന് പറയുമ്പോ ഒരാൾക്ക് ഒരു 5 തെറ്റ് വന്നേന്ന് വെച്ചോ. 1 2 3 4 5 ഇത്ര തന്നെ പോയി. ഇത്ര തന്നെ പോയി. 15 പീസ് അപ്പം തന്നെ പോയി. അതെ, അപ്പൊ ചെറുനാരങ്ങ കൊണ്ടുവെക്കണം. ചെറുനാരങ്ങ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. സൈഡില് കുറച്ച് ഉപ്പ്, കുറച്ച് മുളക്. പിന്നെ ഒരു കാര്യം, ഓരോ റൗണ്ട് കഴിയുമ്പോഴും കാഠിന്യം കൂടും. ഇപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ 7 ഫുഡ് ആണെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ 10 ഫുഡ് ആയിരിക്കും, തേർഡ് റൗണ്ടിൽ 12 ഫുഡ് ആയിരിക്കും. 10 സെക്കൻഡ് തന്നെ തരുള്ളൂ. ഓരോ 2 സെക്കൻഡ് കൂട്ടി തരും. സെക്കൻഡ് റൗണ്ടിൽ 12 സെക്കൻഡും തേർഡ് റൗണ്ടിൽ 14 സെക്കൻഡും. ഓക്കെ അല്ലേ? ഇനി ഇതൊക്കെ താണ്ടി നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, വിന്നർക്ക് കിട്ടാൻ പോകുന്നത് 5000 റുപ്പീസ് ആയിരിക്കും. പക്ഷെ ഇതൊന്നും നടക്കൂല. 5000 തന്നെ നേടി. പിന്നെ കൂടെ അവന്റെ പൂഴത്തരും ഉണ്ടാവും. കേൾക്കാൻ പറ്റില്ല. അപ്പൊ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തോ? റെഡി, പോവാ. 4 ഡിജിറ്റിന്റെ OTP വന്നു കഴിഞ്ഞാൽ ഞാന് 4 പ്രാവശ്യം ബാക്ക് നോക്കിട്ടാ പറഞ്ഞു കൊടുക്ക. എങ്ങനെ ഓർമ്മ ഉണ്ടാവും? 6 ഡിജിറ്റാണ്, പിന്നെ പറയും വേണ്ട. ഓക്കെ റെഡി. 3 2 1 തുറന്നോ.
4 കഴിഞ്ഞോ അയ്യോ വേഗം മതി തുറക്കട്ടെ റീഅറേഞ്ച് റെഡി കണ്ടോ ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ഗൈസ്. ഇത് നമുക്ക് ഇനിയോ റൗണ്ട്സിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടി സമയം തുടങ്ങട്ടെ ഓക്കെ ഓക്കെ ഞാൻ ഇതില് ഫസ്റ്റ് എനിക്ക് തോന്നുന്നത് സംസാരിക്കാൻ എടുത്ത് കഴിച്ചാൽ മതി കറക്റ്റ് ഗൈസ് ഫസ്റ്റ് കപ്പ് കേക്ക് അടുത്ത നോക്കാം നോക്കാം 3 2 1 ഗോ ഓക്കെ രണ്ടാമത്തെ ബിസ്ക്കറ്റ് ഗൈസ് ഓക്കെ മൂന്നാമത്തെ 3 2 1 ഗോ യെസ് മാംഗോ ഇതുവരെ വളരെ കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ പക്ഷെ ആളുകൾ കൂടെ തെറ്റിട്ടുണ്ടല്ലോ. ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ എവിടെ ഒന്ന് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ മൂന്നാമത് ബിങ്കോ എടുത്തിരിക്കുകയാണ് ഗൈസ്. കറക്റ്റാണോ അല്ലയോ എന്നുള്ള സല്ലൂനും അറിയാം എനിക്കും അറിയാം. അതൊരു പ്രശ്നമാണെന്നാ തോന്നുന്നത്. നാലാമത് സെലക്ട് ചെയ്യാൻ പോണ ഗൈസ് 3 2 1 ഗോ കഴിച്ചോ അവരവർ സെലക്ട് ചെയ്ത് അവരവർ കഴിച്ചു നാലാമത്തെ സമൂസ അല്ലേ എന്റെ അമ്മന്റെ സമൂസ ആണ് കേട്ടോ. ഓക്കെ നാലാമത്തെ അഞ്ചാമത്തെ അഞ്ചാമത്തെ റെഡി അധിക സമയമൊന്നുമില്ല 3 2 1 ഗോ ഞാനും ശ്രീ ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനേക്കും തെറ്റ്. അങ്ങനെ പറയല്ലേ ചെലപ്പോ നമ്മളേക്കും തെറ്റിയത്. ഓക്കെ അഞ്ചാമത്തെ ബർഗറാണ് ഞാനും ശ്രീയും. അതെ അഞ്ചാമത്തെ സമൂസ. നാലാമത്തെ ആയിരുന്നു എനിക്ക് ബർഗർ. 3 2 1 ഗോ അതൊക്കെ അത് കറക്റ്റാ. എവിടെയോ എന്തോ തകരാറ് എവിടെയോ ഒരു സ്റ്റെപ്പിൽ എന്തോ ഒരു തകരാറ് പോലെ ഉണ്ട്. ആർക്കാ തെറ്റിയൊന്നും അറിയൂല. എന്താ ഓർമ്മയില് ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്നെ മെനക്കെടുക്കാം. ലാസ്റ്റ് പറയാനില്ലല്ലോ ഗൈസ്. ലാസ്റ്റ് ജംപ്സ് ആണ്. ഇതാണ് കറക്റ്റ് ഇതാണ് കേട്ടോ. ഇതാണ് ജംസ്. ഈ 4ഉം 5ഉം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറ്റിയിട്ടുണ്ട്. ഓക്കെ ഞങ്ങള് ഇതാണ് ഞങ്ങളൊരു ഊഹം. അതെ ഇനി ആരാ തെറ്റിയത് ആരാ ചെയ്തത് സല്ലു പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് ഞാൻ വെച്ചത് കപ്പ് കേക്ക് രണ്ടാമത് ബിസ്ക്കറ്റ് മൂന്നാമത് ബിങ്കോ നാലാമത് ശരിക്കും സമൂസ ആയിരുന്നു 5 ബർഗർ എടുത്ത് എന്റെ ബോധം അത്ര ഉണ്ട്. എനിക്ക് അവിടെ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് തോന്നി സമൂസയാണ് അങ്ങനെ ഓർമ്മയില്ലാത്ത ആൾക്കാരാന്ന് പറഞ്ഞത്. അല്ല എനിക്ക് ശരിക്കും എവിടെ ഡൗട്ട് വന്നതെന്ന് അറിയോ ബിസ്ക്കറ്റും ബിങ്കോയും തിന്നു കഴിഞ്ഞപ്പോ എനിക്കൊരു ഡൗട്ട് ഇനി ബിസ്ക്കറ്റ് അപ്പുറത്ത് ബിങ്കോ അപ്പുറത്ത് ഞാൻ ഇവിടെ വരെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ ആ ഒരു ഇതിൽ എനിക്ക് അവിടെ മാറിപ്പോയി കംപ്ലീറ്റ്. പിന്നെ അഞ്ചാമത് ബർഗർ ആയിരുന്നു 5 എന്ന് തെറ്റിച്ച് സമൂസ സമൂസ എടുത്ത് രണ്ടെണ്ണം ഒന്ന് തെറ്റിപ്പോ രണ്ടെണ്ണം തെറ്റി. സംശയം ഉണ്ടായിരുന്ന പിന്നെ നമുക്ക് ബർഗർ എടുത്ത് കഴിച്ചാൽ മതി ബുദ്ധിരിക്കില്ല. അത് ഞാൻ ആലോചിച്ച് അല്ലെങ്കിൽ ചെയ്താൽ മതിയായിരുന്നു. ആറാമത് ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു എല്ലാവരും ശരിയായി ഫസ്റ്റ് റൗണ്ട് ഞാൻ ശ്രീയും സ്കോർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. സെലക്ട് ചെയ്തോ ചെറുത് മതി. ഫസ്റ്റ് റൗണ്ട് അല്ലേ അപ്പൊ ചെറുത് നമുക്ക് ഇനി വലുതിലേക്ക് പോവാം. ശ്രീ അരണേ വെറുതെ അഭിനയിക്കാം. ഒന്നും കൊണ്ടുണ്ട് രണ്ടെണ്ണം തെറ്റിച്ചില്ലേ. എങ്ങനെയുണ്ട് നല്ല പച്ച നാരങ്ങയാണ് ഭയങ്കര പുളി ഉണ്ടാവുന്ന കഞ്ചി പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ആദ്യം കിട്ടി. അടുത്ത റൗണ്ട് കുറച്ചുകൂടി സമയം കൂട്ടി തരണേ. 10 സെക്കൻഡ് 12 സെക്കൻഡ് ആയിരിക്കും 13 സല്ലു എത്ര റൗണ്ട്
10 item ഉണ്ടാവും. 10 ഐറ്റത്തിന് പോകുന്നത് മാത്രമേ 13 സെക്കൻഡിനെങ്കിലും വേണോ? Okay, 13 സെക്കൻഡ് തരാം. ആ ഓക്കെ. 15 അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോ ഷാമിക്ക് 7 പോയിന്റ്, ശ്രീക്ക് 7 പോയിന്റ്, അഞ്ചിക്ക് 5 പോയിന്റ്. പറയില്ല 5ക്ക് 5 സാധനം വരാൻ പോകുന്നത്. ഈ 7 സാധനം എങ്ങനെ ഓർത്ത് വെച്ചെന്നുള്ള 13 സെക്കൻഡ് 13 അല്ല 15 ഒക്കെ ആക്കാം കേട്ടോ. അത് 13 ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഓക്കെ, എന്നാ 15 തരാം. താങ്ക് യു. 15 ഒക്കെ അതൊരു ഫെയർ ആയിട്ടുള്ള ഒരു സംഭവം. കണ്ണോക്കാം. അപ്പൊ നിങ്ങൾക്ക് 15 സെക്കൻഡ് ആയിരിക്കും. ഓക്കെ 10 സാധനം നിങ്ങളുടെ മുന്നിലുണ്ടാവും. ഓക്കെ, റെഡിയാണോ? ഇത് കണ്ണ് തുറന്നിട്ട് ഒന്ന് കണ്ണ് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡ് വേണം. പിന്നെ തിരിഞ്ഞു കണ്ണുറക്കാതെ 13 15 ആക്കി തന്നെ. അപ്പൊ 13 തന്നെ ഉള്ളു. അപ്പൊ എന്നിട്ട് കണ്ണു പിടിക്കേ 2 സെക്കൻഡ്. 3 2 1 കണ്ണുറന്നോ. കട്ട്ലേറ്റ്. കഴിഞ്ഞേ, കണ്ണടിച്ചോ. മറന്നു പോയി. ഇല്ല. ready, കണ്ണുറന്നോ. ഇതില്ലേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അടച്ചോനെ ഞാനൊന്നും കണ്ടിട്ടുണ്ടില്ല. അപ്പൊ എന്നാ തുടങ്ങിക്കാം. ഓക്കെ നടക്കാം. എന്തൊക്കെയാണ് എണ്ണട്ടെ. 3 2 1 go. ഫസ്റ്റ് കട്ട്ലേറ്റ് എടുത്തു ഗൈസ്. എടുത്തൂട്. അത് മാത്രം ഓർമ്മയുണ്ട്, വേറെ ഒന്നും ഓർമ്മയില്ല. സെക്കൻഡ് വരല്ലേ? തല്ലോ ഒരു മിനിറ്റ്. സെക്കൻഡാ. 3 2 1 go. ഓക്കെ, എനിക്കൊന്ന് തിന്നാന്ന് വേണമെങ്കിൽ വേടിയാണ്. നല്ലോണം ഫ്രൈ ചെയ്ത് മൂന്നാമത്. ഓക്കെ ഓക്കെ, അടുത്ത പോവാ. 3 2 1 go. മൂന്നാളും കൂടി സെലക്ട് ചെയ്തതിന് തെറ്റുണ്ടേ? ഏ അല്ല, കയ്യടിക്കുന്നത് ഞാൻ ശരി. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മൂന്നാക്കും. ഞങ്ങൾ കൈയടിച്ചത് അതെ. ആ ഓരോരോ ചാലഞ്ച് കൊണ്ട് തന്നിട്ട് അവൻ എവിടെ നിന്ന് ഡയലോഗ് പൊളിയാണ് അറിയുമല്ലോ. ഓക്കെ, ഓ മൈ ഗോഡ്. ഓ മൈ ഗോഡ്, എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് guys. എനിക്കും ഉണ്ട് എനിക്ക് പേടിയുണ്ട്. അത് ഇത്രയും സമയം എടുക്കാൻ പറ്റില്ല. അയ്യോ എനിക്ക് പേടിയാവുന്നേ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഒന്ന് ആലോചിക്കട്ടെ. അതായത് ആലോചിച്ചൂടെ? ആലോചിക്കാം. 5 വരെ എനിക്ക് വളരെ ഓർമ്മയുണ്ട്. കാര്യം 5 വരെ ഞാൻ നോക്കിയിട്ടു. പിന്നെ 6ലോട്ടൊന്ന് പോയപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞ്. ഒന്ന് വേഗം ആലോചിക്കുക. Ready, 3 2 1 ഈ ഇങ്ങോട്ടാ വിരല് വെച്ചത്. അങ്ങോട്ട് തന്നെ വെച്ചത് അതെ. കാരണം ഇത് എടുത്തു കഴിഞ്ഞല്ലോ. ഓക്കെ, എനിക്ക് ഇതാണോ അതോ പിന്നെ പറയാലോ. എനിക്ക് ഇതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അയ്യോ അതേതാ എനിക്ക് അതൊരു ഡൗട്ടിലേ വന്നിട്ടില്ല. എനിക്ക് വേറൊരു സാധനം ഡൗട്ട് വന്നു. എന്നാ ചിലപ്പോ ഞാൻ വിചാരിക്കുന്നത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, എന്നാ അടുത്ത്. ഞാൻ പറഞ്ഞില്ല, അതുവരെ എനിക്ക് ഓർമ്മ ഉള്ളൂ. Okay. അതെങ്കിലും എന്നെ നന്നാക്കണം. 3 2 1 go. ഓക്കെ, കൊള്ളാലോ. ഇതുവരെ എല്ലാരും ഒരേപോലെ ആവുന്നല്ലേ. ഇനി കയ്യിന്ന് പോയി. ഓക്കെ, ഡോഗ് ഫാന്റസി. അടുത്തത് ഞാൻ വിചാരിക്കുന്നത് അവിടെ പ്ലീസ്. എന്റെ തലയിലൊരു സാധനം ഉണ്ട്. എന്റെ തലയിലൊരു സാധനം ഉണ്ട്. 3 2 1 go. ഞാൻ പോയി guys. ഞാന് ഈ ഇതെന്താ ബ്രൗണിയോ അല്ല കപ്പ് കേക്കോ എന്തൊരു സാധനം ചോക്കോലാവയാന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് എനിക്ക് നോക്കാൻ തോന്നിയ ചോക്ലേറ്റ് ആണ്. എനിക്ക് കാണാൻ തോന്നുന്നു. അടുത്ത റൗണ്ടിൽ എനിക്ക് തന്നെ എടുക്കാനല്ലേ. ഞാൻ ഇതെടുത്തു guys. അത് അടുത്ത്. നീ ഏഴാമത്തെ അല്ലേ?
റെഡി. ഇനി മുതൽ എന്റെ മൊത്തം കസ കാര്യം എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അയ്യോ പക്ഷെ എനിക്ക് എന്തോ ഇത് എനിക്ക് ഇവിടെ തന്നെ ഞങ്ങൾക്ക് തെറ്റിയത് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ എന്റെ രീതിയിൽ എങ്ങനെയാണോ ഞാനത് അങ്ങനെ സെലക്ട് ചെയ്യാട്ടോ. ഓക്കെ അടുത്ത് 3, 2, 1 ഗോ. ഇത് തന്നെയാണ് അത് സെലക്ട് ചെയ്യേണ്ടിനോ? ഇല്ല ഞാൻ അങ്ങനെ പോവാ, എന്റെ വിശ്വാസം അതാണ്. അപ്പൊ ഞാൻ ഇത് എടുക്കുന്നു. എന്താണ് ഇഷ്ടം? അപ്പൊ ഇത് കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇത് എവിടെയല്ല ഇങ്ങനെ സാധനം മൊത്തത്തിൽ തെറ്റിയപ്പോ നോക്കാനും സമയം തരില്ല, ആലോചിക്കാനും സമയം തരില്ലേ? ആലോചിക്കാൻ സമയം വേണം. അതെന്തത്? എട്ടാമത്തെ ഇല്ല തെറ്റ് ഗൈസ്. ഇത് തെറ്റെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല. ഇത് തിന്നു കഴിഞ്ഞില്ലേ ഇതുവരെ? എനിക്കിഷ്ടായി. ഇത് മൊത്തത്തില് പാളി ഗൈസ്. ഏതാ ശരി ഏതാ തെറ്റെന്നൊന്നും കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഇത് ഗസ്സിന്റെ മുകളിലൊക്കെ പോകുന്നത്. ഓക്കെ 3, 2, 1 ഗോ. അത് ശരിയാണോന്ന് അറിയില്ല. ഇതിന്റെ കേസ് എനിക്കറിയില്ല. ഇതിപ്പോ എവിടെ എത്തി? ഇതിപ്പോ എട്ടാമത്തെയാ. ആയിക്കോട്ടെ, സാറില്ല. ചിലപ്പോ തെറ്റാക്കി ശരിയാക്കി എനിക്ക് ഒന്നും അറിയില്ല. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ പോലെ എന്റെ ഫുള്ള് പോയി കിടക്കുക. അടുത്തത് ഒമ്പതാമത്തെ 3, 2, 1 ഗോ. എന്റെ വിശ്വാസം ഇതാണെന്നാണ്. അതിനോട് ഞാൻ ജെംസാ ചൂസ് ചെയ്ത്. ഒമ്പതാമത് ഐസ്ക്രീം മഫിനും നല്ല കോംബോ കേട്ടോ. ഞാൻ ഐസ്ക്രീം എടുത്തു. എടുത്തിരുന്നു. അതിവിടെ വെച്ചോളൂ. പത്താമത് ഞാൻ അതാ ചൂസ് ചെയ്യുന്നത്. എനിക്ക് തന്നേക്ക്. ഓക്കെ പത്താമത്തത് ഞാൻ ജംസ്. ഞാനത് 5 ഐസ്ക്രീം ഞാൻ ശ്രീ ജംസ്. ഫോണും തരും. ഇതൊക്കെ ആരൊക്കെ ഏതൊക്കെ ആക്കിയെന്ന് നോക്കണം. അവിടെ ഇരുന്ന് നോക്കേണ്ടി വരും. അതെ അതൊക്കെ കണക്കൂട്ടല്ലോ. ഞാൻ കഴിച്ചു. ഓക്കെ ശരിയാണോ തെറ്റാണോ? അപ്പൊ ഞാൻ തുടങ്ങാം. ആദ്യത്തെ കട്ട്ലേറ്റ് എല്ലാരും ശരിയാക്കി. മൂന്നാമത്തെ ബിങ്കോ വരുന്നു, അതും ശരിയാണ്. നാലാമത്തെ ആപ്പിൾ ആണ്, അതും ശരിയാണ്. അഞ്ചാമത്തെ ബിസ്ക്കറ്റ് ആണ്, അതും ശരിയാണ്. ഞാൻ ഓർത്ത് വെച്ച വരെ കറക്റ്റ് ആണ്. ആറാമത്തേത് ചോക്ലേറ്റ് ആയിരുന്നു, പക്ഷെ ഷാമി ലാവ കേക്ക് പോയെടുത്ത് ഷാമി എണ്ണിന് പോരല്ലേ? പിന്നെ ഓള് മാറ്റിയെടുക്കാത്തതുകൊണ്ട് പിന്നെ ഓള് ലാഭം എടുത്തപ്പോ അതും തെറ്റി. അതും തെറ്റി. എന്റെ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിന്നുപോയി. അപ്പൊ 6ഉം 7ഉം ഞങ്ങള് ശ്രീ ശരിയായിരുന്നു. ഓക്കെ ഇനി അടുത്തത് എട്ടാമത്തേത് കപ്പ് കേക്ക് ആയിരുന്നു, ശ്രീ തെറ്റിച്ചു. താങ്ക് യു. ഓക്കെ അല്ല ഞാൻ 2 തെറ്റിച്ചിട്ടുണ്ടോ? ഒമ്പതാമത് ഐസ്ക്രീം ആയിരുന്നു, ഷാമി ശരിയാക്കി, ബാക്കി രണ്ടുപേരും തെറ്റിച്ചു. പത്താമത് ജെംസ് ആയിരുന്നു, 5 തെറ്റിച്ചു, ബാക്കി രണ്ടുപേരും ശരിയാക്കി. എനിക്ക് 2 പണിഷ്മെന്റ്. എനിക്ക് രണ്ടാണ്. എനിക്ക് അല്ല ശ്യാമിന് 2 അല്ല. രണ്ട് punishment. എനിക്കോ? ശ്രീക്ക് 2 പണിഷ്മെന്റ്, 5ക്ക് 5ക്ക് 2 punishment. ഓക്കെ അപ്പൊ ഓരോരുത്തർ 2 വീതം തെറ്റിച്ചു. നാല് 2 തെറ്റിച്ചുള്ളൂ ഇത്രയും കൊണ്ടുവച്ചേലേ. നേരത്തെ തന്ന പോലെ 7 ഞാന് 7 നോക്കി വെച്ചിരുന്നു. ഇതിൽ ഞാൻ 6 നോക്കി വെച്ചുള്ളൂ. ആ കപ്പ് കേക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടിയത്. എനിക്ക് ഇവിടെ അങ്ങോട്ട് എന്താന്നുള്ള ഓർമ്മയില്ല. അവിടെ വരെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. എല്ലതും കൂടി മറന്നു പോകുന്നു തിന്നാല്. എന്തായാലും പൈസ കിട്ടൂല എന്നുള്ള ഉറപ്പായി. ആ പുകഴ്ത്തല് എനിക്ക് കിട്ടാൻ ഒരു യോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ ചെറുനാരക. അപ്പൊ സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോ ഷാമിക്ക് 15 പോയിന്റ്, ശ്രീക്ക് 15 പോയിന്റ്, 5ക്ക് 13 പോയിന്റ്. 2 പോയിന്റ് ഞാൻ ബാക്കിലാണ് കേസ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റുന്നു. എന്റെ ചെറുനാരക ഇല്ല ഞാൻ തന്നില്ല. ഇനി എത്ര റൗണ്ട് ബാക്കിയുണ്ട്? ലാസ്റ്റ് റൗണ്ട്. നന്നായി. ലാസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് 12 സാധനങ്ങളായിരിക്കും വരിക. 20 seconds time ആണ് guys നമുക്ക് തരാൻ പോകുന്നത്. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് 20 സെക്കൻഡ്സ്. താങ്ക് യു ഞങ്ങൾക്ക് എന്താ വെച്ചാൽ കണ്ണു തുറന്ന്
കണ്ണു പിടിച്ച് വന്ന് നോക്കി അതിന്റെ പേര് ആലോചിച്ച് എടുക്കുമ്പോഴത്തേക്ക് സമയം കുറെ അതൊന്നല്ല പോകും. അതെല്ലാം കൂടെ നമ്മൾ ഓർത്തെടുക്കൂലെന്നുള്ള എവിടെ ഒരു കോൺഫിഡൻസ് അതെ ഞാൻ ആദ്യം കണ്ടിട്ട് കട്ട്ലേറ്റ് അത് മനസ്സിലാവണ്ടേ ആ, കട്ട്ലറ്റിന് കട്ട്ലേറ്റ് പോലെ കൊണ്ടുവെക്കണം. സമൂസയുടെ ഷേപ്പിൽ കട്ട്ലേറ്റ് കൊണ്ട് നമ്മളെങ്ങനെ മനസ്സിലാക്കാൻ അതൊന്നും പറഞ്ഞില്ല അതെ. ഞാൻ പോട്ടെ അടുത്തോട്ട് ആ. ഓക്കെ ആയോ റെഡി അല്ലേ? പക്ഷേ ഇതിന് score ചെയ്യാൻ പറ്റും. പറ്റിയ ആർക്കാണ് 5000 കിട്ടാൻ ആകെ 2 മാർക്കിന് പിന്നിലുള്ള ഇഞ്ചി. അതെ മാർക്കില്ലേ ഇങ്ങനെ സെയിം ആണ്. Okay, ready? 2 മാർക്കിന് പിന്നിലാവുക. ഫസ്റ്റ് നിങ്ങള് ഒക്കെ ശരിയാക്കി ഞാൻ 2 തെറ്റിച്ചു ആ, ഇതില് 2 തെറ്റിച്ചു. ഇതിലും തെറ്റിച്ചു അപ്പൊ 4 മാർക്ക് പിന്നിലാവണ്ടേ? അതെങ്ങനെ ഈ ലാസ്റ്റ് നിങ്ങള് ഓ, ഞങ്ങള് 2 തെറ്റിച്ചല്ലോ അല്ലേ? കൺഫ്യൂഷൻ അടിച്ചിരിക്കും. മൈൻഡ് അടിച്ചു പോയി ഗൈസ്. 20 സെക്കൻഡേ ഉള്ളൂ. ആ 3 2 1 കണ്ണുറന്നോ? ഓക്കെ പോടാ ഒക്കെ തെറ്റുള്ളതാ. കഴിഞ്ഞു. കണ്ണടച്ചോ കണ്ണടച്ചോ? എനിക്ക് ഒരു ചെറിയ പ്രതീക്ഷ പോലും ഇല്ല ഗൈസ്. റെഡി കണ്ണുറന്നോ? സത്യം പറയാലോ ഗൈസ്, ആദ്യത്തെ 3 മാത്രമേ ഓർമ്മയുള്ളൂ. ഓക്കെ നാളത്തെ ബാക്കിയൊന്നും ഓർമ്മയില്ല. 3 ഓക്കെ 2 ഓക്കെ 3 2 1 ഗോ. ഓക്കെ ഫസ്റ്റത്തത് മടിയാണ്. ബിസ്ക്കറ്റ്. ഓക്കെ രണ്ടാമത്തെ 3 2 1 ഗോ. ചോക്ലേറ്റ്. ചോക്ലേറ്റ് അവിടെ ഓക്കെ കൊണ്ടുപോ. ഇത് തിന്നോന്നുണ്ടോ? രണ്ടാമത്തെ ചോക്ലേറ്റ് കഴിച്ച് പിന്നെ മൂന്നാമത്തത് റെഡി 3 2 ഞാൻ നാലൊക്കെ 3 2 1 ഗോ. അതന്നെ ബർഗർ. ഇതുവരെ വളരെ ശരിയാണ്. ഇനി അങ്ങോട്ടേക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇത് നമുക്ക് തിന്നിങ്ങനെ ഇരുന്നാലോ എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ള ഗൈസ്. ഭയങ്കരമായിട്ട് ആലോചിച്ചിരിക്കുകയാണ് guys. ഇവിടെ അങ്ങോട്ടേക്ക് ഒക്കെ മറന്നുപോയി. ഓക്കെ അപ്പൊ നാലാമത്തെ എനിക്ക് guys നാലാമത്തതാണ്. എന്റെ തൊട്ടടുത്തുള്ള സാധനമായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല എന്താ. ഈ റൗണ്ടില് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവ വെച്ച സമയത്ത് ഈ ഐസ്ക്രീമിന്റെ ഇപ്രാവശ്യം ഞാൻ കണ്ടില്ലേ കുപ്പി. ഞാനും കണ്ടില്ല. അതാ പറഞ്ഞത്. ഓക്കെ എന്തായാലും നോക്കാം. എവിടാണോ നാലാമത്തെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അത് ആലോചിക്കാൻ പറ്റണ്ടേ? ആ 3 ആയോ മക്കളെ 2 1 ഗോ. അടിപൊളി. ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി guys. ഞാൻ ഇതെടുത്ത് guys. ഞാൻ ചോക്കോ ലാവ എടുത്ത്. ചോക്കോ ലാവ ഇനിയിപ്പോ ഇത് കഴിക്കാനോ ഇഷ്ടമുള്ള കൂടെ കഴിച്ചാലോ. ഇതെന്താ സംഭവം ഞാൻ ഇതെടുത്ത് guys. നോട്ട് ദ പോയിന്റ്. ഓക്കെ ഓക്കെ അടുത്തത് അഞ്ചാമത്തത്. ഒരു മിനിറ്റ് അഞ്ചാമത്തത് 3 2 1 ഗോ. ഞാനും 5 ഫ്രൈഡ് ചിക്കൻ ശ്രീ സമൂസ. എനിക്കൊരു തെറ്റ് പറ്റി. നല്ലതാ അത്ര അടുത്തതില് ശരിയാക്കോ. ഓക്കെ ഗൈസ് ഇനി ആറാമത്തെ. ഇനി ആറാമത്തത് 3 2 1 ഗോ. അവിടെയാണ് തെറ്റ് പറ്റിയത്. ഇവിടെയാണ് തെറ്റ് പറ്റിയത് ഗൈസ്. എനിക്കൊന്നും ഓർമ്മയില്ല സോറി എനിക്കൊന്നും ആവില്ല. എനിക്കൊരു വെടി കൂടെ ഉണ്ട്. സമൂസ ഇഷ്ടായി. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് എന്ത് ഇഷ്ടമുള്ള എടുത്ത് കഴിക്കാം. അതെ. അങ്ങനെയാണ് ഈ ചാലഞ്ച് വരുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ലാസ്റ്റത്തെ 2 എനിക്ക് ഓർമ്മയുണ്ട് ഇതൊന്നും ഓർമ്മയില്ല എവിടുത്തെ ലാസ്റ്റത്തെ ഓർമ്മയുണ്ട്? 9 10 എനിക്ക് ഓർമ്മയുണ്ട് അല്ല 11 12 എനിക്ക് ഓർമ്മയുണ്ട് 12 12 11 എനിക്ക് പോയിന്റ് ഇട്ടാ ഞാൻ പറയില്ല ഏഴാമത്തെ
ഒരു മിനിറ്റ് സല്ലു ആലോചിക്കണം. ഏഴാമത്തത് അവിടത്തെ പ്ലേറ്റ് ഐസ്ക്രീം, ജംസ്, ആപ്പിള്, ഈ കപ്പ് കേക്ക് ഇതൊക്കെയാണ് എനിക്ക് ബാക്കിയുള്ളത്. ഞങ്ങൾക്ക് അനക്ക് ശ്രീക്കും എനിക്കും കൂടി ആ സാധനം കൂടി ബാക്കിയിട്ട്. ഏത് ഈ സാധനം അല്ലേ? പറഞ്ഞു നന്നായി ഓർമ്മ ചെയ്തില്ലേ? ഓക്കെ റെഡി 3 2 1 ഗോ. എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഗൈസ്. എന്റെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട്. ഞാൻ ആപ്പിൾ അടുത്തത്. ഇതിപ്പോ എന്താ? അത് ചോക്കോലാവ. ആർക്കും വേണല്ലേ? 3 എട്ടാമത്തെ ഏത് പ്ലേറ്റ് ആയിരുന്നു ഇത്? അതല്ലേ അതെങ്ങനെ 5 6 7 ഇവിടെ 5 അല്ല 6 ഉണ്ട്. ആ ഓക്കെ ഓക്കെ. ആ 3 2 1 ഗോ. എന്തത്? അത് അയ്യോ അത് കഴിച്ചോ. ഈ ബിങ്കോ ഇല്ലാത്ത ഒറ്റ റൗണ്ട് പോലല്ലേ ഗയ്സ്. ഞാൻ പറഞ്ഞില്ലേ മഫിനും ചോക്കോലാവയും കൂടെ നല്ല കോമ്പിനേഷനാണ്. മഫിനും ചോക്കോലാവയും കൂടെ വെച്ചിട്ട് ഇത് ഏത് ഭാഗത്തേനും നമുക്ക് മറന്നു വന്ന്. സോറി. കഴിച്ചോ 8 9 നീ ഏതൊക്കെ ഞാൻ സെലക്ട് ചെയ്യാൻ ബാക്കിയുള്ളത്? 7 8 ഇനി 9ാമത്തെ അല്ലേ? ഇവിടുത്തെ ഒരാള്. ഓ പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വരും. ഇതിപ്പോ എടുത്തത് ഇവിടത്തെ അല്ലേ? ആ ഇനി എടുക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഉണ്ടോ? അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുമ്പോ ഈ ഐസ്ക്രീം വെച്ചിട്ടില്ലല്ലോ. സത്യം ഐസ്ക്രീം കണ്ടൊരു ഓർമ്മയില്ല. 9ാമത്തെ സെലക്ട് ചെയ്യാൻ പോവാണ് ഗയ്സ്. 3 2 1 ഗോ. ഞാൻ ഐസ്ക്രീം. എല്ലാരും അവരവരെ വഴിക്ക് അങ്ങോട്ട് പോവാ. അതെ ലാസ്റ്റ് കാക്ക പറഞ്ഞു തരുമല്ലോ സ്കോർ, അതിൽ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ പോലെ ഒന്നും മനസ്സിലാവുന്നത് സ്കോർ ചെയ്ത്. ഇതിപ്പോ എത്രാമത്തെ? 9 അല്ലേ? ഇനി 10ാമത്തെ. ആലോചിക്കണം കേട്ടോ. അല്ലെങ്കിൽ സമയം എന്താ? ഈ അത് കാണിച്ചാന്ന് ഞങ്ങക്ക് അത്ര സമയം പോരായിരുന്നു. എത്രാമത്തെ? ഇനി 10ാമത്തെ അല്ലേ അല്ലേ? അതെ ഈ 10ാമത്തെ സെലക്ട് ചെയ്തോ? ഇത് സെലക്ട് ചെയ്തോ? ഇതെവിടെയും എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ എവിടെ വീണു. ഞാനോ കഴിഞ്ഞല്ലേ? കഴിഞ്ഞ്. ഓക്കെ ഓക്കെ അടുത്തത്. ഒരു മിനിറ്റ്. ഞാൻ പിന്നെ എടുക്കാത്തതല്ലേ? ഓക്കെ ശരി. 3 2 1 ഗോ. ഞാൻ അത് ഓൾറെഡി എടുത്താ, പക്ഷെ എനിക്കിത് അതാണോന്നൊരു സംശയം. എനിക്കും അങ്ങനെ ഒരു തോന്നല്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല. അതാണ് ഓക്കെ. ഇനി എനിക്ക് പലതും പറയുന്നത് വിശ്വസിക്കരുത് കേട്ടോ. ശ്രീയങ്ങാനും ഇത് ജയിച്ചിട്ടുണ്ടെങ്കിൽ, ചാലഞ്ച് ജയിച്ചിട്ടുണ്ടെങ്കിലും ഓളെ സീരിയസ്ലി പറയാ. അങ്ങനെയാണെങ്കിൽ ഓള് പറയുന്ന മൊത്തം കള്ളത്തരാ. ഭീകര കള്ളത്തെ അവള് ഞാൻ പ്രഖ്യാപിക്കും. നോക്കിക്കോ, ഇവിടെ എത്ര പറയുന്നത് ഓർമ്മയില്ല ഓർമ്മയില്ല മറവി. അത് അഭിനയിച്ചതാണ്. 5 ഇത് ശ്രീ ശരിയാക്കാണെന്നുണ്ടെങ്കിൽ വെറും 12 വെറുമല്ല 12 സാധനങ്ങൾ 15 സെക്കൻഡ് കൊണ്ട് ശ്രീന്റെ തലയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രീ മറന്നു പോകുന്നെന്ന് പറയുന്ന കള്ളാണ്. അറിയാം 11ാമത്തെ പറഞ്ഞ ഏത് പാത്രം വരും? ഒന്ന് പറഞ്ഞ 11ാമത്തെ ശ്രീക്കറിയോ 11? ഞാൻ ഇവള് ഈ ഭാഗം വെച്ചിട്ടാന്ന് തോന്നുന്നു ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ആ സമൂസ എടുത്ത് തിന്നത്. 5ാമതാന്ന് വിചാരിച്ചിട്ടില്ലേ? അതെ. ഓക്കെ 3 അടക്ക്. അല്ല വേണ്ട പോട്ടെ. ഈ ആലോചിച്ചോ? അതിൽ എനിക്കൊരു സംശയമില്ല. ആ ലാസ്റ്റ് ഞാൻ അങ്ങനെ ഫിക്സ് ചെയ്ത് ഞാൻ ഇതിലൊന്നും കഴിച്ചിട്ടേ ഇല്ല. ഞാൻ കഴിക്കാനും അതെ ഐസ്ക്രീമും കഴിച്ചിട്ടേ ഇല്ല. ആണല്ലേ? ഓക്കെ റെഡി 3 2 1 ഗോ. അതന്നെ എടുക്കും. ഞാനത് എപ്പോഴും തിന്ന്. ആണല്ലേ? ഞാനത് തിന്നിട്ടേ ഇല്ല. ഞാൻ സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്ത് ഞാൻ തന്നെ. സല്ലൂന് അവിടെ എന്തെങ്കിലും ഒരു ഇത് നിനക്ക് പറ്റിയില്ല. ലാസ്റ്റ് ഒരു ഡൗട്ടും ഇല്ല, ഒരു പൊടി പോലും, ഒരു ശതമാനം പോലും ഡൗട്ടില്ല.
3, 2, 1, go. അത് തന്നെ. അതെല്ലാവർക്കും അറിയാം കേട്ടോ. അതെല്ലാരും നോക്കി വെച്ചിക്കണ്. അതെ. കട്ട്ലേറ്റോട് കൂടി ഈ ചാലഞ്ച് അവസാനിക്കുകയാണ്. അതെ. നല്ല അപ്പൊ ഈ റൗണ്ടിലെ റിസൾട്ട് അറിയണ്ടേ? വേണമെന്നില്ല. അല്ലേ? അപ്പോ ആദ്യത്തെ ബിസ്ക്കറ്റ് ആയിരുന്നു, എല്ലാവരും ശരിയാക്കി. ബാക്കി മൊത്തം അങ്ങോട്ട് തെറ്റിച്ചിട്ടുണ്ടാവും. രണ്ടാമത് ചോക്ലേറ്റ് ആയിരുന്നു, എല്ലാവരും ശരിയാക്കി. മൂന്നാമത് ബർഗർ ആയിരുന്നു, എല്ലാവരും ശരിയാക്കി. നാലാമത് ജംസ് ആയിരുന്നു, 5 ശരിയാക്കി. ബാക്കി രണ്ടുപേരും തെറ്റിച്ചു. അഞ്ചാമത് ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു, ശ്രീ തെറ്റിച്ചു. ബാക്കി രണ്ടുപേരും ശരിയാക്കി. ബാക്കി വരട്ടെ. ആറാമത് സമൂസ ആയിരുന്നു, എല്ലാരും ശരിയാക്കി. ശ്രീ പിന്നെ അതന്നെ എടുത്തല്ലോ അല്ലേ? ഏഴാമത് ലാവ കേക്ക് ആയിരുന്നു, 5 ഷാമി തെറ്റിച്ചു, ശ്രീ ശരിയാക്കി. എട്ടാമത് കപ്പ് കേക്ക് ആയിരുന്നു, 5 ഷാമി തെറ്റിച്ചു, ശ്രീ ശരിയാക്കി. 9ാമത് ബിങ്കോ ആയിരുന്നു, 5 ഷാമി തെറ്റിച്ചു, ശ്രീ ശരിയാക്കി. 10ാമത് ഐസ്ക്രീം ആയിരുന്നു, 5 ഷാമി തെറ്റിച്ചു, ശ്രീ ശരിയാക്കി. 11ാമത് ആപ്പിൾ ആയിരുന്നു, ഷാമി തെറ്റിച്ചു, ശ്രീയും 5 ശരിയാക്കി. 12ാമത് കട്ട്ലേറ്റ് ആയിരുന്നു, എല്ലാരും ശരിയാക്കി. ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും കാലം ഞങ്ങൾ പറ്റിക്കപ്പെടുകയായിരുന്നു. ഇത്ര വർഷങ്ങളായിട്ട് ഞങ്ങൾ പറ്റിക്കപ്പെടുകയായിരുന്നു. കാര്യം ഓർമ്മയില്ല, അങ്ങോട്ട് വരുമ്പോഴേക്ക് മറന്നു പോകുന്നു, ഇങ്ങോട്ട് ഇതൊക്കെ വെറുതെ പറയായിരുന്നു. ഇത്രയും വലിയൊരു കള്ളം. ഇല്ല അനക്കെന്ത് തോന്നുന്നു സ്വാമി? ഇന്റത് പോട്ടെ. കൂടെ നടന്നവര് ഞാൻ പറഞ്ഞേ ഇന്റത് പോട്ടെ. ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞാൻ തളർന്നു പോയി സ്വാമി. ഞാൻ തളർന്നു. കൂടെ നിന്നൊരു ഫ്രണ്ട് ചതിക്കുമ്പോഴൊരു ഫീൽ ഉണ്ടല്ലോ, അതേ ഒരു അവസ്ഥ കിട്ടിയ പോലൊരു അവസ്ഥയല്ല ഞായിരിക്കും. നിന്റെ ബീപ്പ് ഇപ്പൊ അല്ലേ? സത്യം എന്റെ കാര്യം പോട്ടെ. എന്നെ കാട്ടി ഇരട്ടി വർഷം കൂടെ നടന്നടച്ചി ഞങ്ങൾ രണ്ടാളും പറ്റിക്കപ്പെടും. ഞങ്ങൾ ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ ഇത് കൈ വിറക്കിട്ടുണ്ട്. മുയല് ചത്തതുമല്ല, മുയലിനെ കൊന്നതുമല്ല, ഒന്നുമല്ല. ഇത് മുയല് അഭിനയിച്ചതാ. ഇത്രയും കാലം ഇപ്പൊ പറഞ്ഞത് അടുത്ത മൊമെന്റിൽ മറന്നു പോന്ന് പറയുന്ന ശ്രീ ഞങ്ങൾ ഇത്ര നേരം കൊണ്ട് ഓളത് ഓർത്തെടുത്തിട്ടുണ്ടെങ്കിൽ ശ്രീ ഇത് ശ്രീയല്ല, ഒന്നെങ്കിൽ ഇത് ശ്രീയല്ല, അല്ലെ ശ്രീ ഇത്രയും കാലം അഭിനയിച്ചാണ് ഗൈസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒന്ന് പറയണ എനിക്കിപ്പോ ഒരു ECG എടുത്തോക്കണം. എനിക്ക് പറ്റുന്നില്ല. അപ്പൊ എത്ര എണ്ണം തെറ്റിച്ച എത്ര എണ്ണം ഞാൻ ശരിയാ? അല്ല ഇനി കൂടുതൽ പറയണ്ട. 5000 കൊടുത്തു ഒഴിവാക്കി. ഇങ്ങനെ ഒരാള് ഗ്രൂപ്പ് ഒന്ന് ഒഴിവാക്കി കളഞ്ഞു. എന്താണെന്നല്ല അപ്പൊ എല്ലാവർക്കും പോയിന്റ്സ് അറിയണ്ടേ? അറിയണം. തോറ്റാ പോയിന്റ്സ് അറിയണം. ഷാമിക്ക് 21 പോയിന്റ്സ്, അഞ്ചിക്കും 21 പോയിന്റ്സ്. അത് ഇതില് ഞാൻ ഫുള്ള് നോക്കിയല്ലോ, അതുകൊണ്ട് ഇന്റെ അടുത്ത് എത്തി. അതെ, ശ്രീന്റെ എത്ര 30ഓ 35ഓ എത്ര? ശ്രീക്ക് 25 പോയിന്റ്സ്. അങ്ങനെ ഈ ചാലഞ്ചിനെ വിന്നറായി മെമ്മറി ഏറ്റവും കൂടുതലുള്ളതും ഓർമ്മശക്തി ഏറ്റവും കൂടുതലുള്ളത് ശ്രീ ആണെന്ന് ഞങ്ങൾ 5000 രൂപ അത് ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ പൊക്കി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും പറയണോ? പറഞ്ഞോളൂ, പറഞ്ഞോ, കേക്കട്ടെ. ഈ ചാലഞ്ചിൽ ശ്രീ ജയിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇത് അത്ര ഈസി ആയിട്ടുള്ള ചാലഞ്ച് അല്ല. കാരണം നിങ്ങൾക്ക് 10 സെക്കൻഡ് 15 സെക്കൻഡ് 12 സെക്കൻഡ് ഒക്കെ അല്ലേ തരുന്നത്. അതിന്റെ ഇടയിൽ നിങ്ങൾ ഇത്രയും ഓർത്ത് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ശ്രീ എല്ലാവരുടെയും ഞെട്ടിച്ചുകൊണ്ടൊരു മാജിക്കൽ പെർഫോമൻസ് ആയിരുന്നു ശ്രീന്റെ ഭാഗത്ത്. അപ്പൊ ഇങ്ങനത്തെ ഒരു മാജിക്കൽ പെർഫോമൻസ് കാഴ്ചവെച്ച ശ്രീക്ക് എന്റെ അഭിനന്ദനം. 5000 കൂടെ റേഞ്ച് ഇല്ല, അതുണ്ടാവില്ല. വൈഫൈ കണക്ട് ചെയ്തെടുക്ക്. വന്നു താങ്ക് യു.
അപ്പൊ guys, ഇന്നത്തെ ചാലഞ്ച് ഇത്രേ ഉള്ളൂ. ഭയങ്കര ടഫ് ആയിട്ടുള്ള ചാലഞ്ച്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാം. അഭിപ്രായങ്ങൾ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ വരും. അതൊരു ദിസ് ഇസ് ശ്രീലക്ഷ്മി, This is Shavya. This is Sanjita. signing off.